ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. വായി വെച്ച വെണ്ണ പോലെ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അപ്പം. ഇതുപോലെ നിറച്ചും കണ്ണുകളൊക്കെ ആയിട്ടുള്ള നല്ല അപ്പമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു 5 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഈ അരിയിലേക്ക് നമുക്ക് 1 കപ്പ് പൊരി ചേർത്ത് കൊടുക്കാം. നമ്മൾ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കിട്ടുമല്ലേ പൊരി, അങ്ങനത്തെ പൊരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊരി ചേർത്ത് അപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 കപ്പോ അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ അരിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ കുതിർപ്പുണ്ടല്ലോ, അതുകൊണ്ട് അത് നനഞ്ഞ് ഈ പൊരിയെല്ലാം നനഞ്ഞൊന്ന് സോഫ്റ്റ് ആകട്ടെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആകാനായിട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ രാത്രിയിലാണ് മാവ് അരച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി ഓവർനൈറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. രാവിലെ ആയപ്പം കണ്ടോ, മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ എത്ര നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ടെന്ന്. രാവിലെ ഏറ്റു വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ പൊങ്ങിയത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി ഒരു 10 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇതുപോലെ പൊങ്ങിയ മാവ് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇനി ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തവിയാണെങ്കിൽ 1.5 തവി മാവ്, വലിയ തവിയാണെങ്കിൽ 1 തവി മാവ് ഒഴിച്ചിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 1 സെക്കൻഡ് കഴിയുമ്പം ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ അപ്പം ഒന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അടിഭാഗം ഒന്നും കരിയാതെ നന്നായിട്ട് നമുക്ക് കിട്ടും. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും അടിപൊളിയായിട്ടുള്ള അപ്പം, നല്ല സോഫ്റ്റ് അപ്പമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ അപ്പത്തിന് കോമ്പിനേഷനായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കടലക്കറി, മുട്ടക്കറി, ചിക്കൻ കറി ഒന്നുമില്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്